എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ലീഫ് വില്ലേജിലെ ഷിനോബികള് അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ലീഫ് വില്ലേജ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തകർന്നു പോയ വീടുകള്, കെട്ടിടങ്ങള് അതൊക്കെ ഇനി റീബിൽഡ് ചെയ്യണം. പക്ഷെ അതിനൊക്കെ ഒരുപാട് സമയവും കാശും ഒരുപാട് ആൾക്കാരൊക്കെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കും. ആ സമയത്ത് ഇപ്പൊ യാമുട്ടോ സെൻസായി ആള് ചാടി വീണ് വുഡ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഒരുപാട് വീടുകള് ഞൊടിയിടയില് അവിടെ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് ബാക്കിയുള്ള ഷിനോബീസ് അവര് വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, സൂപ്പർ. മാസ്റ്റർ വിചാരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ലീഫ് വില്ലേജ് അത് പഴയതുപോലെ ആക്കാൻ കഴിയും. അതിന് മാസ്റ്റർ പറയും, നിങ്ങൾക്കത് പറയാൻ എളുപ്പമാണ്, ഞാൻ ഒരുപാട് വേദന സഹിച്ചാണ് ഈ ഒരു ജിപ്സു അത് ഉപയോഗിക്കുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാക്കുറയും കുട്ടപ്പനും. കുട്ടപ്പൻ ചോദിക്കും, ഹൊക്കാഗെ ആന്റി പെട്ടെന്ന് തന്നെ റിക്കവർ ആവോ? എനിക്ക് ഒരുപാട് കാര്യങ്ങള് ഹൊക്കാഗെ ആന്റിയോട് പറയാനുണ്ട്. അതിന് സാക്കുറ പറയും, കുഴപ്പമില്ല, ആന്റി ഭയങ്കര പവർഫുൾ അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഇവിടെ സാക്കുറ അവളുടെ മുഖം വാടും. കാരണം സാക്കുറയ്ക്ക് അറിയാം ഹൊക്കാഗ ആൾ അത്ര പെട്ടെന്ന് റിക്കവർ ആവില്ല എന്ന്. അപ്പൊ അവിടേക്ക് ഇപ്പൊ ടാസുനെയും ഹിനാരിയും അവര് രണ്ടുപേരും നടന്നു വന്ന് കുട്ടപ്പനോട് ചോദിക്കും, ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്, നിനക്ക് സുഖാണോ? അവരെ കണ്ട് കുട്ടപ്പൻ അവൻ വണ്ടറടിച്ച് ഒരുപാട് ഹാപ്പിയായി ഇപ്പൊ അവർ തന്നെ നോക്കി നിൽക്കും. അപ്പൊ ഹിനാരി പയ്യൻ പറയും, ഞാനിപ്പോ കാർപ്പൻറ്ററായി, അപ്പൂപ്പന്റെ കൂടെ ഞാനും എല്ലായിടത്തും ഇപ്പൊ വർക്കിന് പോവും. ഈ വില്ലേജിൽ നിന്ന് ഞങ്ങൾക്ക് റിക്വസ്റ്റ് കിട്ടി, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടേക്ക് വന്നത്. അപ്പൊ കുട്ടപ്പൻ അവനിപ്പോ ഹിനാരിയെ നോക്കി പതിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. വർഷങ്ങൾക്ക് മുൻപ് സാബുസയെ കൊന്ന് നമ്മുടെ ആൾക്കാരെല്ലാവരും തിരികെ ലീഫ് വില്ലേജിലേക്ക് വരും. അപ്പൊ കുട്ടപ്പൻ അവന്റെ ബാഗ് മുഴുവൻ സെർച്ച് ചെയ്ത് എന്റെ ഒരു ഫുഡ് കൂപ്പൺ അത് കാണാനില്ല. അതൊരു പക്ഷേ ആ ടാസുനയുടെ വീട്ടില് അവിടെ ഉണ്ടാവും. ഞാൻ ഓടിപ്പോയി അതെടുത്തോണ്ട് വരാന്നും പറഞ്ഞ് കുട്ടപ്പൻ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അതിന് കാക്കാഷി, സാസുക, നീ എത്രയും പെട്ടെന്ന് കുട്ടപ്പനെ അവനെ തിരികെ കൂട്ടിക്കൊണ്ടുവരണം. അതിന് സാസുക ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, അവനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അവന്റെ സർവന്റ് ഒന്നും അല്ലാന്ന് പറയുമ്പോ കാക്കാഷി പറയും, നീ സർവന്റ് അല്ല, പക്ഷെ എന്റെ സ്റ്റുഡന്റ് ആണ്, ഞാൻ പറയുന്നത് നീ കേൾക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ടാസുനയുടെ വീട്ടില് ഹിനാരി പയ്യന് കുട്ടപ്പന്റെ കളഞ്ഞുപോയ കൂപ്പൺ അതിപ്പോ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവന് വീണ് കിട്ടും. അവൻ ടാസിനോട് പറയും, ഇത് കുട്ടപ്പന്റെ ആണ്, ഒരു കാര്യം ചെയ്യാം, ഞാനിത് അവന് തിരിച്ചു കൊടുത്ത് ഓടി വരാം. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ നേർക്ക് ഇപ്പൊ ഒരുപാട് കത്തികൾ വരുന്നതായിട്ട് കുട്ടപ്പൻ കാണും. കുട്ടപ്പൻ ടെൻഷനായിട്ട് അവൻ ചുറ്റും നോക്കും. അത് മറ്റാരുമല്ല, സാസുക. അതിന് കുട്ടപ്പൻ ചോദിക്കും, നീ എന്തിനാ എന്റെ പിന്നാലെ ഫോളോ ചെയ്തു വരുന്നേ? ആ ഒരു ഫുഡ് കൂപ്പൺ അത് കിട്ടാതെ ഞാൻ തിരികെ വരില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ മുൻപോട്ട് ഓടും. അപ്പൊ അതേ സമയം ഹിനാരി പയ്യൻ അവൻ ആ കൂപ്പണുമായിട്ട് മുൻപോട്ട് നടക്കുകയാണ്. അപ്പൊ 3 പിള്ളേര് ഇപ്പൊ അവനെ റൗണ്ട് ചെയ്യും. അവര് ചോദിക്കും, നീയാണോ ഈ ഗ്രാമത്തിലെ സൂപ്പർ ഹീറോ? നിനക്ക് ഭയങ്കര ജാടയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്, നിന്റെ ജാട അതിന്നത്തോടുകൂടെ ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞ് അവര് 3 പേരും ഹിനാരി പയ്യനെ തള്ളി താഴെയിടും. അപ്പൊ അതേ സമയത്ത് മരിച്ചുപോയ സാബുസയുടെ ശിങ്കിടികള് അവരവിടേക്ക് വരും. ആ വില്ലന്മാര് അവര് ഹിനാരി അടക്കം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ അവരെ എല്ലാവരെയും തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നു കളയും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ആ കാട് മുഴുവൻ ഓടി സെക്സി ജിപ്സ് ഉപയോഗിച്ച് സാസുകയെ വെട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ സാസുക അവൻ ആ ജിപ്സൂല് ചവിട്ടി മതിച്ച് ഇപ്പൊ കുട്ടപ്പനെ ഒരു കയറ് വെച്ച് കെട്ടിയിടും. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ടാസുന ആളവിടേക്ക് വരും. ടാസുന പറയും, നിന്റെ ഒരു ഫുഡ് കൂപ്പണുമായിട്ട് ഹിനാരി പയ്യൻ നിന്നെ അന്വേഷിച്ച് വന്നിരുന്നു, പക്ഷെ ഒരുപാട് നേരമായിട്ടും അവൻ ഇതുവരെ തിരികെ എത്തിയില്ല. അവൻ എന്ത് സംഭവിച്ചെന്ന് ഒരു പിടിയുമില്ല. കട്ട് ചെയ്ത കാടിന് നടുവില് ആ വില്ലന്മാരുടെ ഹൈഡൌട്ട് അവിടെ അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്ന എല്ലാ കുട്ടികളെയും ഒരു പ്രത്യേക റൂമില് ഇപ്പൊ പൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഹിനാരി പയ്യനും ഇപ്പൊ അതേ റൂമില് പേടിച്ച് വിറച്ചു നിൽക്കും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ആ കാട് മുഴുവൻ കേറി ഇറങ്ങി ഹിനാരി പയ്യൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. അപ്പൊ കുട്ടപ്പൻ അവൻ സാസുകെ നോക്കി, യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനാണോ? ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഹിനാരിയെ അവനെ അന്വേഷിക്കുന്നത് നീ കാണുന്നില്ലേ? നിനക്കെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ ചോദിക്കുമ്പോ അതിന് സാസുക അവനത് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ നിൽക്കും. അത് കാണുമ്പോ ഇപ്പൊ കുട്ടപ്പന് വീണ്ടും ദേഷ്യാവും. അവൻ മുൻപോട്ട് നടക്കുമ്പോ കുട്ടപ്പന്റെ ആ ഒരു ഫുഡ് കൂപ്പൺ അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ അവന് കിട്ടും. മാത്രമല്ല അവിടെ മുഴുവൻ ഒരുപാട് ഫുഡ് പ്രിന്റ്സും കാണും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വില്ലന്മാരാവട്ടെ അവര് തട്ടിക്കൊണ്ടുവന്ന കുട്ടികളുടെ പാരന്റ്സിനെ വിളിച്ച് ഇപ്പൊ പൈസയ്ക്ക് വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങും. ഇവിടെ കുട്ടികളാവട്ടെ അവർ കരയാൻ തുടങ്ങും.
അതിന് ഹിനാരി പറയും, നമ്മളിങ്ങനെ കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കുട്ടപ്പനും സാസുകയും അവര് രണ്ടുപേരും ഫുട് പ്രിന്റ് നോക്കി അതിനെ ഫോളോ ചെയ്ത് അങ്ങനെ മുൻപോട്ട് വരും. കട്ട് ചെയ്ത ഹിനാരി പയ്യൻ അവനവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കത്തി എടുക്കും. എന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരെ കെട്ടിവെച്ച കയറുകള് അതെല്ലാം അറുത്തുമാറ്റി അടുത്തുണ്ടായിരുന്ന ഒരു ജനൽ വഴി പുറത്തേക്ക് ചാടി ഇപ്പൊ ഉഷാറായിട്ട് ഓടും. അപ്പൊ അതേ സമയത്ത് വില്ലന്മാര് നമ്മുടെ പിള്ളേര് സെറ്റ് രക്ഷപ്പെട്ട് ഓടുന്നത് കാണും. വില്ലന്മാര് വിടില്ല, അവരും ഇപ്പൊ പിള്ളേരുടെ പിന്നാലെ ഓടും. പിള്ളേര് സെറ്റ് ഓടി ഓടി തളർന്ന് ഇപ്പൊ ഒരു മരത്തിന്റെ മരവില് ഒളിച്ചിരിക്കും. അപ്പൊ അതേ സമയം വില്ലന്മാര് അവരിപ്പോ നടന്ന് നടന്ന് അവരുടെ തൊട്ടടുത്തെത്തി. അപ്പൊ ഹിനാരി പയ്യൻ പറയും, വേറെ വഴിയില്ല, ഞാൻ ഒറ്റയ്ക്ക് അവരെ ദശ തിരിച്ചുവിടാം. ആ ഗ്യാപ്പില് നിങ്ങൾ ഓടി രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഇപ്പൊ ഹിനാരി പയ്യൻ ആ വില്ലന്മാരുടെ മുൻപിലൂടെ ഇപ്പൊ മുൻപോട്ട് ഓടും. അതേസമയം കുട്ടപ്പനും സാസുകയും അവർ രണ്ടുപേരും ഇപ്പൊ ടീമായി കാടും മേടും അലഞ്ഞ് ഹിനാരി പയ്യൻ അവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഇവിടെ ടാസുനയുടെ വീട്ടില് ടാസുനയും ഹിനാരിയുടെ മമ്മിയും ഹിനാരിയുടെ അമ്മയും അവർ രണ്ടുപേരും ഒരുപാട് ടെൻഷനില് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഡോറിൽ ആരോ തട്ടുന്ന സൗണ്ട് കേട്ട് ടാസുന ആൾ ഡോർ തുറക്കും. അത് മറ്റാരുമല്ല, കാണാതായ ബാക്കി 3 കുട്ടികളുടെയും പാരൻസ്. കട്ട് ചെയ്ത ഇവിടെ ഹിനാരി പയ്യൻ അവൻ ഓടി ഓടി വലിയൊരു നദിയുടെ അടുത്തെത്തും. അവൻ പേടിച്ചു വിറച്ച് വില്ലന്മാരെ നോക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരുപാട് ടെൻഷനില് ഇപ്പൊ പകച്ചു നിൽക്കും. അതിന് വില്ലന്മാര് അവര് ചിരിക്കും. പക്ഷെ ഹിനാരി പയ്യൻ അവൻ ഗിവപ്പ് ചെയ്യില്ല. അവൻ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആ വെള്ളത്തിലൂടെ ഇപ്പൊ താഴേക്ക് ഒഴുകിപ്പോവും. അപ്പൊ അവൻ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. ചെറുപ്പത്തില് ഈ ഒരു നദിയിൽ വെച്ചാണ് അവന്റെ പപ്പ അവനെ അടിപൊളിയായിട്ട് നീന്താൻ പഠിപ്പിച്ചത്. അവനതെല്ലാം ഓർത്ത് അവന്റെ ഫുൾ പവറില് നീന്താനായിട്ട് തുടങ്ങും. അവൻ കുറച്ച് മുൻപോട്ട് നീന്തുമ്പോഴേക്കും അവനിപ്പോ ആരോ പിടിച്ചു വലിക്കുന്നതായിട്ട് അവന് തോന്നും. അവൻ തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ കുട്ടപ്പനും സാസുകയും. കുട്ടപ്പൻ അവന്റെ ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പയ്യനെ അവനെ വലിച്ച് കരയിലേക്ക് കയറ്റും. ഹിനാരി പയ്യൻ അവൻ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ അവരുടെ തൊട്ട് മുൻപിലേക്ക് വീണ്ടും ആ വില്ലന്മാര് അവര് ചാടി വീഴും. അവരെ കണ്ടുടനെ കുട്ടപ്പൻ അവന്റെ ക്ലൗൺസുമായിട്ട് ഇപ്പൊ അടിയിടി ബഹളം. സാസുക ഹിനാരി പയ്യനെ അവനെ സേഫ് ആയിട്ട് നിർത്തി ഇപ്പൊ ശൂരിങ്കം വെച്ച് വില്ലന്മാരെ എല്ലാവരെയും വെട്ടിത്തെറിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ വില്ലന്മാര് അവരെല്ലാവരും ഇപ്പൊ സാസുകയെ റൗണ്ട് ചെയ്യും. അത് കണ്ട് നറൂട്ടോ കുട്ടപ്പൻ അവൻ ചാടി വന്ന് ഒരുപാട് മരക്കട്ടകള് ഇപ്പൊ അവർക്ക് നേരെ അങ്ങനെ ഉരുട്ടിവിടും. അപ്പൊ അതിലൊരു വില്ലൻ നമുക്ക് ഇവരുടെ മുൻപില് പിടിച്ചു നിൽക്കാനാവില്ല, ഓടിക്കോ എന്നും പറഞ്ഞ് അവ മുൻപിൽ ഓടും. പക്ഷെ അപ്പോഴേക്കും ഗ്രാമത്തിലുള്ള ജനങ്ങള് അവിടെ മുഴുവൻ റൗണ്ട് ചെയ്ത് നിൽക്കും. അപ്പൊ ടാസുന അപ്പൂപ്പൻ ആൾ ഓടി വന്ന് ഇപ്പൊ ഹിനാരി പയ്യനെ കെട്ടിപ്പിടിക്കും. അതേസമയം ജനങ്ങള് അവരെല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ അവരെ തല്ലിക്കൊല്ലാണ്. അപ്പൊ രക്ഷപ്പെട്ടു പോയ ആ 3 കുട്ടികള് അവര് ഹിനാരിയോട് പറയും, സോറി, ഞങ്ങളോട് ക്ഷമിക്കണം, നീ കാരണമാണ് ഞങ്ങളുടെ ജീവൻ അത് തിരികെ കിട്ടിയത്. ഇനി എന്നും നീ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും പറഞ്ഞ് അവര് 4 പേരും ഇപ്പൊ കൈ കോർത്ത് പിടിക്കും. ഹിനാരി പയ്യൻ അവൻ കുട്ടപ്പനെ കെട്ടിപ്പിടിച്ച് പറയും, നിന്റെ ഒരു ഫുഡ് കൂപ്പൺ അതെന്റെ കയ്യിലുണ്ട്. അവനത് കുട്ടപ്പന് കൊടുക്കാനായി ഇപ്പൊ പോക്കറ്റിൽ കൈയിടും, അത് കാണില്ല. അതിന് കുട്ടപ്പൻ പറയും, നീ ടെൻഷൻ ആവണ്ട, ആ ഒരു കൂപ്പൺ അത് ഓൾറെഡി എനിക്ക് കിട്ടി. അത് കേട്ട് സാസുക അവൻ മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കും. നീ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയില് ആ ഒരു കൂപ്പൺ അത് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞ് അവനിപ്പോ കുട്ടപ്പനെ നോക്കി കളിയാക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ടാസുന പറയും, അന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കില് ഞങ്ങളുടെ ഗ്രാമം അത് നശിച്ചു പോയേനെ എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.